അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് വെറുതെ തുറന്നപ്പോൾ ഒന്ന് കണ്ട ഒരു വാർത്ത ആ വാർത്ത കണ്ട് ഒരുപാട് നേരം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. ഞാൻ ഷാർജയിലുള്ളത്, ഭാര്യയെയും 2 മക്കളെയും കൊന്ന് 2 ദിവസം മുമ്പ് നടന്ന സംഭവമായിരിക്കണം. പത്രത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് അത് കണ്ടത്. ഷാർജയിൽ ഭാര്യയെയും 2 മക്കളെയും കൊന്ന് പ്രവാസി യുവാവ് ജീവനൊടുക്കി. ഇതാണ് വാർത്ത. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അതിന് കമന്റ് ബോക്സ് വായിച്ചു. അതിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഭാര്യയെ ചിലർ കുറ്റം പറയുന്നു, ചിലർ മക്കളെ കുറ്റം പറയുന്നു, ചിലര് മക്കള് കാരണമായിരിക്കാം എന്ന് പറയുന്നു, ചിലർ പറയും ഭർത്താവ് കാരണമാണ്, ഭർത്താവിന്റെ കൊള്ളരുതായ്മയാണ്, അല്ലെ ഭർത്താവ് മാനസിക രോഗിയാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളും 100 അഭിപ്രായമാണല്ലോ ഇത് കാര്യത്തിൽ. പക്ഷെ ഈ വാർത്ത വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മള് ആ ഭർത്താവിന്റെ മാനസികാവസ്ഥ നോക്കുക, ഭാര്യയുടെ മാനസികാവസ്ഥ അവിടെ നിൽക്കട്ടെ. കാരണം ഭാര്യ കൊല്ലപ്പെട്ട ആളാണ്. കൊല്ലപ്പെട്ട ആളിന് കൊല്ലാൻ വരുമ്പോഴുള്ള അവസ്ഥ അത് ആലോചിച്ച് നോക്കുക. പക്ഷെ ഇവിടെ ഭർത്താവ് മക്കളെ കൊന്നിട്ടുണ്ടാവും ആദ്യം, അല്ലെ ആദ്യം ഭാര്യയെ കൊന്നിട്ടുണ്ടാവും. എന്നിട്ട് മക്കളുടെ നേരെ തിരിയുമ്പോൾ എന്തുമാത്രം വലിയ പ്രതിസന്ധിയിലായിരിക്കും അയാൾ അത് ചെയ്യാൻ കാരണം. സ്വന്തം നെഞ്ചോട് ചേർത്ത് നമ്മൾ വളർത്തിയ, നമ്മൾ എടുത്തു കൊണ്ടുനടന്ന് നമ്മൾ വളർത്തിയ നമ്മുടെ മക്കളെ കൊല്ലാൻ, ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെ കൊല്ലാനും കത്തി കഴുത്തിൽ വെക്കുന്ന വല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. അത് വിറക്കുന്ന കൈകളോടുകൂടി അത് വെച്ചിട്ട് അള്ളാന്റെ കൽപ്പനയാണ്. അപ്പം പറ്റുന്നില്ല. അതന്നെ ആ ഒരു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ഒരു സംഭവത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അതും അവസാനം ഒരുപാട് തേടി, വർഷങ്ങളോളം റബ്ബിനോട് തേടി കിട്ടിയ ഒരു മോനാണ്. നല്ല മോന്. വാപ്പ മുറിച്ച വാപ്പ, അള്ളാന്റെ കൽപ്പനയല്ലേ, വേണേല് കണ്ണ് മാറ്റിക്കോ, കണ്ണൊന്ന് മാറ്റി പിടിച്ചിട്ട് മുറിച്ചോ, നോക്കാൻ പറ്റൂല. അപ്പൊ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ പിതാവ്. അപ്പൊ അതിന്റെ കാരണങ്ങളെ പറ്റിയോ, അല്ലെങ്കിൽ അത് ആരാണ് അതിന്റെ പ്രതി എന്നുള്ളതൊക്കെ അതിനി കോടതിക്ക് തീരുമാനിക്കാനും പറ്റൂലല്ലോ. ഇനി കോടതി തീരുമാനിച്ചിട്ട് കാര്യമില്ല. പ്രതിയായിട്ട് നമുക്ക് സംശയിക്കായിരുന്നു ഭർത്താവ് ഒളിച്ചോടിയായിരുന്നെങ്കിൽ. ഭർത്താവ് സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്, സ്വയം ജീവനൊടുക്കി. പക്ഷെ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഭാര്യയെ കൊന്നിഞ്ഞ് മക്കൾ അനാഥായിട്ട് കിടക്കണ്ട, കണ്ടവരുടെ മുമ്പിൽ പോയി കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥ എന്റെ മക്കൾക്ക് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തോ അള്ളാഹു ആലം, അയാളെ കൊണ്ട് എന്താണ് അത് അങ്ങനെ ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകമോ കാരണമോ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മളിവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ. ഒന്ന്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഒട്ടുമിക്ക സ്ഥലത്തുണ്ട്. ഒരുവിധപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലൊക്കെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കെൽപ്പ് അത് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യചിഹ്നം മനസ്സിൽ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഇത് സംഭവിക്കുക. ഇപ്പം ഡിവോഴ്സ് ധാരാളമായിട്ട് നടക്കണം. ഡിവോഴ്സിന് കുറ്റം പറയേണ്ട കാര്യമില്ല, വിവാഹമോചനം നടക്കട്ടെ. കാരണം ഒരുപക്ഷെ വിവാഹമോചനം നടക്കാത്തതായിരിക്കാം ഇതിന്റെ ഒരു കാരണം. വിവാഹമോചനം നടക്കേണ്ടതുണ്ട്, നടക്കേണ്ട സംഗതിയാണ്. നിക്കാഹ് നടക്കുന്ന പോലെ വിശുദ്ധ ഖുർആനിൽ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞതിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ വിവാഹമോചനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് എല്ലാം വിവാഹമോചനത്തിലേക്ക് പോകണമെന്നല്ല. പരസ്പരം ഒത്തുപോവില്ല എങ്കിൽ, അതിന് മക്കളായ ശേഷമാണെങ്കിലും മക്കളാവുന്നതിന്റെ മുമ്പാണെങ്കിലും, ഈ നിക്കാഹ് കഴിഞ്ഞ ശേഷമാണ്, കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല എങ്കിലും ഒക്കെ ഇത് മുന്നോട്ട് പോവില്ല എന്ന് ബോധ്യമായാൽ, അത് ബോധ്യപ്പെടേണ്ട കാര്യമില്ല, ഏകദേശം ധാരണയായി കഴിഞ്ഞാൽ വിവാഹമോചനത്തിലേക്ക് പോകുന്നല്ലേ. കാരണം ദാമ്പത്യ ബന്ധത്തിന്റെ ആ ഒരു പവിത്രമായ, ഏറ്റവും സ്നേഹത്തിലും പ്രണയത്തിലും അധിഷ്ഠിതമായ മവദ്ദത്തം വറഹ്മ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന 2 ഭാര്യയും ഭർത്താവും പാർട്ട്ണർമാരാവണം. 2 പേരും ഒരുപോലെ ചിന്തിക്കുന്നവരാവണം. അപ്പൊ ഇവിടെ ഡിവോഴ്സ് എന്നുള്ളത് സാർവത്രികമായിട്ട് നടക്കുന്ന ഒരു സംഗതി. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ
അതിന് ചില തടസ്സങ്ങളുണ്ട്. ഡിവോഴ്സ് നടക്കുന്നുണ്ടെങ്കിലും ചില തടസ്സങ്ങൾ ഇപ്പൊ നിലവിൽ നേരിടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തടസ്സം എന്നുള്ളത് അത് ഭാര്യയുടെ ഭാഗത്തു നിന്ന്, അതായത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇവിടെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റർ ഉണ്ടാവും. ഏതൊരു ഡിവോഴ്സിന്റെയും പിന്നിൽ, ഏതൊരു ഡിവോഴ്സിന്റെയും തുടക്കം ഒന്നെങ്കിൽ ആണിൽ നിന്നാണ്, അല്ലെങ്കിൽ പെണ്ണിൽ നിന്നാണ്. പെണ്ണിന്റെ ആവശ്യമാണ്, ചോദിക്കണം അങ്ങോട്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. പെണ്ണ് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആണ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. ഒരാളുടെ തീരുമാനമാണ് ഈ ഡിവോഴ്സിലേക്ക്. രണ്ടാളും കൂടെ മ്യൂച്വലി ഇരുന്ന് തീരുമാനിക്കുന്നത് വളരെ അപൂർവമാണ്, വളരെ അപൂർവത്തിൽ അപൂർവം. പക്ഷെ ഈ ഡിവോഴ്സ് സുതാര്യമാകാൻ പുതിയ നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. നിയമപരമായ തടസ്സങ്ങളാണ് ഉള്ളത്. നിയമപരമായ തടസ്സങ്ങൾ ഒന്നുണ്ട്. രണ്ടാമത്തേത്, ഡിവോഴ്സ് ഉണ്ടാവുന്നത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാത്ത, നല്ലൊരു വാക്കാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. പരസ്പരം, അതിന് ആധുനിക ലോകം അതിന് അടിമത്വം എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഈ അടിമത്തമായിരുന്നു പണ്ട് കാലത്തൊക്കെ ദാമ്പത്യ ജീവിതത്തെ നിലനിർത്തി പോന്നിരുന്നത്. ഇന്ന് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി, എല്ലാവരും ഏൺ ചെയ്യാൻ തുടങ്ങി, ആണും പെണ്ണും സമ്പാദിക്കാൻ തുടങ്ങി. പെണ്ണിന്റെ കൂട്ടർക്കും ആണിന്റെ കൂട്ടർക്കും സാമ്പത്തികമായ മേധാവിത്വം ഉണ്ടായി. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പെണ്ണടിമയായി ജീവിക്കണം, ആണ് ഭരിക്കണം, ഭർത്താവ് ഭരിക്കുന്ന ഭർത്താവാകണമെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. ഭർത്താവ് ഗ്രഹനാഥനായിട്ട്, ഭാര്യയെ പറ്റി പറയാറുണ്ട്, ഭാര്യ ഭർത്താവിനെ രാജാവാക്കി നിർത്തിയിട്ട് രാജ്ഞിയായി ജീവിക്കുന്നു. ചില ഭാര്യമാര് ഭർത്താവിനെ അടിമയാക്കി അടിമയുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തിരുന്നാലും ആണാവട്ടെ പെണ്ണാവട്ടെ, രണ്ടു കൂട്ടരുടെ ഭാഗത്തുനിന്നും അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതെയാകുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ് കുടുംബത്തല്ല്, കുടുംബ വഴക്ക്, കുടുംബ കലഹം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അത് പല പല രീതിയിലാവാം. സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണമാവാം, മറ്റ് അവിഹിത ബന്ധങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളാവാം, അതൊന്നുമല്ലാത്ത അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആവാം. ഇതൊക്കെ ആണെങ്കിലും ഇതിനുള്ള ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്നത് ഡിവോഴ്സിന് മുമ്പാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടു കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളുടെ ശരീരപ്രകൃതമല്ല ഒരാളുടെ ശരീരപ്രകൃതം. അതുപോലെ തന്നെ മാനസികാവസ്ഥയും രണ്ടാണ്. പെണ്ണ് ആണിന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പെണ്ണിന്റെ അതുവരെയുള്ള മുഴുവൻ ജീവിതവും മാറ്റി പുതിയൊരവസ്ഥയിലേക്ക് മാറുക എന്നുള്ളത്, അത് പെട്ടെന്ന് മാറുക എന്നുള്ളത് അത് നടക്കുന്ന സംഗതിയല്ല, സാധ്യമല്ല അത്. അതുപോലെ തന്നെ ഇന്നലെ വരെ ഒരാണ് 25-ാമത്തെ വയസ്സിലായിരിക്കും കല്യാണം കഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു വരുന്ന ആ പുരുഷന് അതുവരെയുള്ള ജീവിത രീതികള്, അവരുടെ സുഹൃബന്ധങ്ങള്, അതെല്ലാം പെട്ടെന്ന് മാറ്റി ഈ പെണ്ണ് പറയുന്നിടത്തേക്ക് വളച്ചു കൊണ്ടുവരണമെന്ന് പെണ്ണ് ആഗ്രഹിക്കുകയോ, അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് ഇങ്ങനെ ആവണമെന്ന് സ്വപ്ന കൊട്ടാരം കെട്ടി കല്യാണം കഴിച്ച പുരുഷ മേധാവിത്വത്തിന്റെ പുരുഷ മനസ്സ് ആഗ്രഹിക്കുന്ന ആഗ്രഹമോ, ഇതും ക്ലാഷിൽ വരാം. സ്വാഭാവികമായിട്ടും ആണ് പറയുന്ന രീതിയിലല്ല പെണ്ണ് പറയുന്നതിന് ആണ് എങ്കിൽ പിന്നെ അവിടെ ഉള്ള ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ടായാലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ഉദാഹരണമായിട്ട് ആണ് പറയാണ് എൻ്റെ പെണ്ണ് ഇങ്ങനെയൊക്കെ ആവണം. അപ്പം പെണ്ണിന് മനസ്സിലായി ഞാൻ ഇതുവരെ ജീവിച്ച ജീവിത ലൈഫ് സ്റ്റൈലൊന്നും അല്ല ഇയാൾക്ക് വേണ്ടത്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് പ്രയോറിറ്റി ഞാൻ എൻ്റെ കുടുംബജീവിതത്തിന് ഞാൻ കൊടുക്കുന്നു, എൻ്റെ ഭർത്താവിന് കൊടുക്കുന്നു പ്രയോറിറ്റി. അത് ദീനി വെച്ച് നോക്കുമ്പോൾ, ദീനിന്റെ അളവ് പോലെ വെച്ച് നോക്കുമ്പോൾ, ദീനിയായിട്ട് നോക്കുമ്പോൾ അതങ്ങനെ കാണണം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ആണ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനായിരുന്നു വിചാരിച്ചത്,
കിട്ടിയില്ല, ഇതാവട്ടെ, ഇനിയിപ്പോ അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ. രണ്ടാലൊരാൾ വിട്ടുകൊടുക്കാത്ത അവസ്ഥയാണ് നമ്മൾ കുടുംബ തല്ല്, കുടുംബ പ്രശ്നം എന്ന് പറയാം. ഈ പ്രശ്നത്തിന്റെ രൂക്ഷമായ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. ഇത് നടക്കാൻ പോവാണ്. ഇനി ഇതിങ്ങനെയുള്ള വാർത്തകൾ കൂടുതലായിട്ട് വരാൻ പോവാണ്. ഇതെന്റെ ഒരു പ്രവചനമായിട്ടല്ല. നമ്മൾ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാം ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് മറ്റു പല കേസുകളും വരുന്നത്. മറ്റു പല പ്രശ്നങ്ങളും കോടതിയിലൊക്കെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം എത്രയാണ്? ഡൊമസ്റ്റിക് വയലൻസും 498 ഒക്കെ കെട്ടിക്കിടക്കാണ് അവിടെ. കുടുംബ കോടതികളിലും അല്ലാത്ത ക്രിമിനൽ കോടതികളിലും ഒക്കെ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഇതാണ്, കുടുംബ വഴക്കാണ്. പലതും മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. ജെന്യൂൻ അല്ല, കേസസ് ജെന്യൂൻ അല്ല. മധ്യസ്ഥർക്ക് അറിയാം. ഇടയിലിരുന്ന് ഇടയാളരായി സംസാരിച്ച മധ്യസ്ഥര് പോലും സത്യം പറയാൻ മടിക്കുന്ന ഒരു കാലത്ത് ലോകത്ത് നമ്മളുള്ളത്. ധർമ്മം, നീതി ഇതൊക്കെ പാഴ്വാക്കുകളായിട്ട് മാറുന്ന ഒരവസ്ഥ. അങ്ങനെയാണ്. അതൊക്കെ അങ്ങനെയല്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാം നാട്ടാചാരങ്ങളല്ലേ, നാട്ടുനടപ്പല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത്തരത്തിൽ ദുരന്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മീഡിയ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ന്യൂസ് ആകുമ്പോൾ നമ്മളിപ്പോ ഇതുപോലെ ഒന്ന് സംസാരിക്കും. അതിന് മുമ്പോ ശേഷവും നമുക്ക് പലരും റോളില്ല എന്നൊരവസ്ഥയാണ്. മതസംഘടനകളുണ്ട്. മതസംഘടനകൾ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്? അപ്പൊ സ്ത്രീധനം, പലിശ, വിവാഹമോചനം. സ്ത്രീധനം, പലിശ എന്ന വിഷയത്തിൽ മതസംഘടനകൾക്ക് കൃത്യമായ പങ്കുണ്ട് ചെയ്യാൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ സ്ത്രീധനത്തിന്റെ വിഷയത്തിലും വിവാഹമോചനത്തിന്റെ വിഷയത്തിലും ഇപ്പോഴും അവരാരും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ മൊത്തം മതസംഘടനയെ പുറത്തുനിന്ന് ഒരാൾ കുറ്റം പറയുന്നതല്ല, നമ്മൾ ഉൾക്കൊള്ളുന്ന, ഇത് കേൾക്കുന്ന നിങ്ങൾ ഏത് സംഘടനയിലാണോ ആ സംഘടനയുടെ ആളുകളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യണം. കാരണം വിവാഹമോചനം എന്നുള്ളതും കുടുംബ ഭദ്രതയ്ക്ക് വിഘാതമാകുന്ന ഒരുപാട് സംഗതികൾ നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ അകത്ത്, ഇനി പുറത്താണെങ്കിൽ അവരിവരൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. കുടുംബ ഭദ്രതയ്ക്ക് മറ്റ് വിഷയങ്ങളൊക്കെ പിന്നെയാണ് വരുന്നത്. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ പകുതി അയാളെ കുടുംബത്തിലല്ലേ ചെലവഴിക്കുന്നത്. ജീവിതത്തിന്റെ അല്ലെ, ആ കുടുംബം പ്രശ്നത്തിലായാലും പിന്നെ എന്ത് ജീവിതമാണ്, ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു സോഷ്യൽ മീഡിയ, വേറൊരാള് സ്വന്തം ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിച്ച് മനം നൊന്ത് അയാൾ പൊട്ടിക്കരഞ്ഞ് ഭാര്യയെ ചോദ്യം ചെയ്യുന്നു, പൊട്ടിക്കരയുന്നു, അയാള് സൂസൈഡ് കാരണം ഒരു പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്ന് പണ്ടത്തെ അവസ്ഥ. പണ്ടൊക്കെ ഈ വിവാഹമോചനമൊന്നും ആരും അറിയില്ലായിരുന്നു. വളരെ രഹസ്യമായ സംഗതിയായിരുന്നു. ഏതോ നാട്ടിൽ ആരെയോ ഡിവോഴ്സ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇന്നതല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ മേധാവിത്വം, അല്ലെങ്കിൽ ഓരോ ന്യൂസ്, ഇങ്ങനെയുള്ള ന്യൂസ് കാട്ടുതീ പോലെ പടരും. സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാവുകയാണ്. എല്ലാവരും അറിയുന്ന ഒരു കാലത്തും ലോകത്തും ഉള്ളത്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ നമ്പർ 1, കുടുംബ പ്രശ്നങ്ങളുടെ വഴക്ക്, കുടുംബ കലഹങ്ങളില്ലാതിരിക്കാൻ, ആഭ്യന്തരമായ അകൽച്ചകളില്ലാതിരിക്കാൻ ഏറ്റവും നല്ല ഒന്നാന്തരം പരിഹാരം അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഫൂവ് ചെയ്യുക എന്നുള്ളതാണ്. അറബി പറഞ്ഞ അഫൂവ് ചെയ്യുക. നമ്മള് അത് സാരില്ല, പോട്ടേന്ന്, അത് സാരില്ല. ഈ സാരില്ല എന്നുള്ള വാക്കൊക്കെ വലിയ വാക്കാണ്, ചെറിയ വാക്കൊന്നുമല്ല. അഫൂവ് ചെയ്യുക, പരസ്പരം ഒരു നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പം UAE-ലാണുള്ളത്. UAE മലയാളികൾ തന്നെ എല്ലാവരും അധിക്ഷേപിക്കല്ല. ചില കേസൊക്കെ ഇവിടെ വന്ന ശേഷം അറിയുന്നതാണ്. ഭാര്യക്കറിയാ ഭർത്താവിന് മറ്റു പല സ്ഥലത്തും പോകാറുണ്ട്, അവിഹിതത്തിന് പോകാറുണ്ട് എന്ന് സ്വന്തം ഭാര്യക്കറിയാം. എന്നിട്ട് പോലും ആ ഭാര്യ അത് അഡ്ജസ്റ്റ്, മക്കളുണ്ട്, ജീവിക്കണ്ടേ, എന്തിനാ ഒരു ഡിവോഴ്സ് എന്നൊക്കെ ചിന്തിക്കുന്ന ഭാര്യമാരും ഉണ്ട്. അത് തിരിച്ചുണ്ട്. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ നടന്ന് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ അനാവശ്യമായ പൊസസീവ്നെസ്, അനാവശ്യമായ ഒരു തെളിവുമില്ലാത്ത അങ്ങനെ തന്നെ പറയാം. ഇപ്പം വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞാല്, വ്യഭിചാര ആരോപണത്തിന് 4 സാക്ഷികൾ വേണമെന്നാണ് ഇസ്ലാമിന്റെ ശറഅ് വിധിച്ചിട്ടുള്ളത്. 4 സാക്ഷികൾ കൊണ്ടുവരാൻ ആരോപിക്കുന്ന വ്യക്തിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആരോപിച്ച വ്യക്തിക്ക് 80 അടി ശിക്ഷ വിധിച്ച ഇസ്ലാമിലാണ് നമ്മൾ ഈ ഗൗരവമായ ആരോപണങ്ങൾ, അവിഹിത ബന്ധങ്ങളൊക്കെ പറയാം. എന്തോ ഒരു വാട്സപ്പ് ചാറ്റൊക്കെ നോക്കി അവിഹിത ബന്ധം എന്നാണ് പറയാ ചെയ്യുക. പലതും ഫേക്കാണ്. ഇന്ന് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഫേക്ക് ടീം തന്നെ ഉണ്ട് എന്നാണ്. ടീം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട്
ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരാണിനെ അവിഹിതം ഉണ്ടാക്കാൻ അതിന്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകൾ വിളിച്ച് ചാറ്റും കോളും ഒക്കെ ആക്കി അത് തെളിവുണ്ടാക്കി വെച്ചിട്ട് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ലക്ഷങ്ങളെ വാങ്ങുന്ന, നഷ്ടപരിഹാരം വാങ്ങുന്ന സംവിധാനങ്ങൾ അടക്കം പ്രവർത്തിക്കുന്ന, അതിന് സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ വരെ ഇന്ന് ലോകത്തുണ്ട്, ഇന്ന് നമ്മുടെ മലയാളക്കരയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ സൊല്യൂഷനിലേക്ക് വരാം. നമ്മൾ ഈ ഒരു ന്യൂസ് ഇന്നത്തെ ഒരു ന്യൂസ് മാത്രം ആക്കണ്ട, അതിനി അങ്ങോട്ടുള്ള ന്യൂസിന്റെ പരമ്പരകളുടെ തുടക്കം, അല്ലെങ്കിൽ കഴിഞ്ഞ പരമ്പരയിൽ ഒരു കണ്ണിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഒരുപാട് കുടുംബം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ സംസാരം കേൾക്കുന്ന ഒരാണാണോ? ആണാണെങ്കിൽ നിങ്ങളുടെ എത്ര സുഹൃത്തുക്കൾ ഇതുപോലെ ഫാമിലി ഇഷ്യൂസിൽ ബ്രോക്കൺ ഫാമിലി ആയിട്ട് കുടുംബം തകർന്ന് അല്ലെ ഡിവോഴ്സ് തീരുമാനിച്ച് അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞ് പ്രശ്നത്തിൽ കഴിയുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കില്ലേ? നിങ്ങളെ കുടുംബത്തിലെ ഒരാളില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങളുടെ ഫാമിലിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരാളില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനുള്ള ശാശ്വതമായ പരിഹാരം നമ്മൾ അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ, അല്ലെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പറയുന്ന ആളുകൾ പറയാ, ഇത് കുടുംബമാണ്, ജീവിതം, അഡ്ജസ്റ്റ് ചെയ്യൂ. വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ വേർഡാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. കൊച്ചു ജീവിതമേ ഉള്ളൂ, 10-60 കൊല്ലേ ഉള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. ഇല്ല, ഞാൻ പിടിച്ച പിടി, ഞാൻ വരച്ച വരയിൽ ആള് നിൽക്കണമെന്ന് തീരുമാനിക്കുന്നിടത്ത് നഷ്ടമായി. ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സംഗതികൾ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം അതായിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാന്യമായി, ഇത് സഹോദരിമാര് കേൾക്കുന്നവര്, കല്യാണം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാന്യമായിട്ട് പിരിയുക. അത് ഖുർആനും അതാ പറഞ്ഞത്, ദീന് നമ്മളോട് പറഞ്ഞ കാര്യം അത് തന്നെയാണ്, മാന്യമായിട്ട് പിരിയുക. പിരിയുമ്പോ പിന്നെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് സ്ത്രീധനാണ്. സ്ത്രീധനം ഉണ്ടെങ്കിൽ അത് ഹറാമായ ഒരു തുടക്കം തന്നെയാണ്. നിക്കാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പരമപ്രധാനമായ ഇബാദത്ത് സ്ത്രീധനം വാങ്ങി, 1 രൂപയെങ്കിലും പെണ്ണിനോട് വാങ്ങിയിട്ടാണ് നീ ആണായ പുരുഷ നീ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്ന തന്നെ ഹറാമിലാണ് ദാമ്പത്യ ജീവിതം. ഇസ്ലാമിന്റെ ഇബാദത്താണ് നിക്കാഹ് എന്നുള്ളത്, അത് തുടക്കം തന്നെ ഹറാമിലാണ്. അങ്ങനെ ഹറാമിൽ തുടങ്ങി അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിന്റെ മര്യാദയാണ്, മിനിമം മര്യാദയാണ്. അത് നീ തിരിച്ചു കൊടുക്കണം, അത് തിരിച്ചു കൊടുക്കണം, കൊടുത്തേ പറ്റൂ. അതിൽ വേറെ 2 വാക്കില്ല. അത് പെണ്ണിന്റെ മുതലാണ്. അതൊരു പക്ഷെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ നീ നമ്മൾ ഒന്നാണിക്ക എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഇനി എടുക്കാൻ പോയി, നിങ്ങൾ ഒന്നാവുന്ന സമയത്ത് ഒന്നാ, പക്ഷെ പണം അവളുടേതാണ്, ആ സ്വത്ത് അത് വാങ്ങാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞോണ്ട് കേട്ടോ ഇത് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തേത് ഇദ്ദമത്താണ്, അതായത് ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്നത്. അതിവിടെ അടിവര ഇട്ടുകൊണ്ട് ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ, ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്നത് സ്ത്രീ കാരണമാണെങ്കിൽ, ഈ പള്ളി കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിയിൽ ഇരുന്നവരും ഒന്നും ആലോചിക്കുന്നതല്ല കേട്ടോ. പെണ്ണ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആണിനെ ചവിട്ടി പുറത്താക്കിയിട്ട് പിന്നെ ആണിനോട് ലക്ഷങ്ങൾ ചോദിച്ച് ആണിനെ കോടതിയിൽ കയറ്റി, ആണിന്റെ മാതാപിതാക്കളെ കോടതിയിൽ കയറ്റി, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും കമ്മിറ്റി കൂടിയവരെ. നിങ്ങൾ കമാ എന്നൊരു അക്ഷരം മിണ്ടാതെ കമ്മിറ്റി മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. കണ്ണിന്റെ മുമ്പിൽ നടക്കുന്ന അനീതികളുണ്ടല്ലോ, ഇതിനൊക്കെ നമ്മുടെ എല്ലാ കമ്മിറ്റിയും അധികാര കസേര കിട്ടുമ്പോൾ വലിയ അലങ്കാരമായിട്ട് കയറി ഇരിക്കണ്ട. റബ്ബിന്റെ മുമ്പിൽ നാളെ മറുപടി പറയേണ്ടി വരും ഈ കാര്യത്തിൽ നിർബന്ധമായി. എന്നിട്ട് ആണ് ലക്ഷങ്ങൾ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചവരുടെ കാര്യമല്ല, അത് തിരിച്ചു കൊടുക്കണം. ഇദ്ദമത്ത കൊടുക്കണ്ട എന്നല്ല, അത് കൊടുക്കണം. ആണിന് പറ്റുന്ന ഒരു തുക ആണ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ അത് ഇവര് പറയല്ലേ, ഇവര് ഡിമാൻഡ് ചെയ്യാണ്. ഏതുപോലെ സ്ത്രീധനം കല്യാണത്തിന്റെ സമയത്ത് സ്ത്രീധനം ഏത് രീതിയിലാണോ ഡിമാൻഡ് ചെയ്യുന്നത്, എനിക്ക് 100 പവൻ വേണം എന്ന് പുരുഷന്മാര് ചിലര് ഏജന്റ് വഴി അറിയിക്കും, ബ്രോക്കർ വഴി അറിയിക്കും. അതുപോലെ പള്ളി കമ്മിറ്റിയുടെ ഏജന്റ് വഴി ഇവരൊക്കെ ഏജന്റ് ആകുകയാണ്. പിന്നെ എന്നിട്ട് പുരുഷനെ അറിയിക്കുക, നമ്മളൊരു 25 ലക്ഷമാണ് ഓളിപ്പോ പ്രതീക്ഷിക്കുന്നത്, 10 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തിന്? ഇവളുണ്ടാക്കിയ പ്രശ്നങ്ങൾ. ഇനിയിപ്പോ അവനും കൂടെ പങ്കുള്ള പ്രശ്നങ്ങൾ ആണെങ്കിൽ തന്നെ ഇങ്ങനെ കച്ചവടത്തിന്റെ സ്വഭാവത്തിൽ ബിസിനസ് ആയിട്ട് ഇതിനെ കണ്ടിട്ട് വിവാഹമോചനം ബിസിനസ്സായി കാണുന്ന ഒരു അവസ്ഥ. എന്നിട്ട് ആണ് കടക്കാരനായിട്ട് കാലങ്ങളോളം പിന്നെ അധ്വാനിച്ച് ആ കടം വിട്ടു. പൊരുത്തണ്ടാവൂല, പണത്തിന് അത് ഹലാലാവൂല.
ഒരാളോട് കൊടുക്കുന്ന പൈസ, നമ്മൾ ഈ മെഹർ കൊടുക്കുന്നത് തന്നെ ഇഷ്ടത്തോടു കൂടി കൊടുക്കുമ്പോഴാണ് അത് മെഹറാവുന്നത്. ഇഷ്ടല്ലാതെ കൊടുക്കുമ്പോ അല്ല. ഇഷ്ടത്തോട് പൊരുത്തത്തോട് തൃപ്തിപ്പെട്ട് അവനവന്റെ സാമ്പത്തിക ഭദ്രത നോക്കിയിട്ടാണ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ആ പെണ്ണിനെ സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ. അപ്പം ഇവിടൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇത് കൊടുക്കാൻ പറ്റാത്ത കാരണം ഇത് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് ഡിവോഴ്സ് ചെയ്യാതെ നിൽക്കുന്ന എത്രയോ പുരുഷന്മാർ. ഇത് ന്യായമായ അവകാശമാണ്. പെണ്ണിന് അത് കിട്ടണം. പെണ്ണ് ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് കൊടുക്കേണ്ടതാണ്. അത് ഇനി ഇത് കോടതിയിൽ കയറിയാലോ, അപസർപ്പക കഥകൾ, നുണക്കഥകൾ, കള്ളത്തരം. ആരാണ് ഈ ഉമ്മത്തിന്റെ നേതാവ്? മുഹമ്മദ് റസൂലുള്ള അൽ അമീൻ, സത്യം, വിശ്വസ്തത, നീതി. ഇതൊക്കെ പള്ളി മിമ്പറിലും പള്ളിയുടെ സ്വപ്പിലും മാത്രം മതിയോ? പള്ളി മിമ്പറിലും പള്ളിയുടെ സ്വപ്പിലും പള്ളിക്കകത്തും മാത്രാണോ നീതി? കോടതിയിലും അത് ആവശ്യമല്ലേ? സത്യം പറയണ്ടേ? ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ, ഇല്ലാത്ത കുറ്റവും കുറവും പറഞ്ഞ് ചെയ്ത ഇബാദത്തൊക്കെ ബാത്തിലാക്കുന്ന പണി. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ. അഡ്വക്കേറ്റുമായിട്ട് വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ മുമ്പിൽ ഒരുപാട് ഫയല് വരുന്നുണ്ട്, ഒരുപാട് കേസസ് വരുന്നുണ്ട്. അതില് കുടുംബ വഴക്കുകളുണ്ട്, അല്ലാത്ത ക്രിമിനൽ കേസുകളുണ്ട്, ഭൂമി തർക്കങ്ങൾ, അയൽവാസി പ്രശ്നങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മറ്റു പ്രശ്നങ്ങളൊക്കെ പിന്നെ ഉറങ്ങാൻ കിടക്കുന്നവരേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. മറ്റു പ്രശ്നങ്ങളിലൊക്കെ അനുഭവിക്കുന്ന മാനസികാവസ്ഥയല്ല ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ഡിവോഴ്സുമായിട്ട് തൊലാഖുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതിന്റെ മാനസികമായ സംഘർഷത്തിന്റെ അവസ്ഥ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. മറ്റ് ഒരു പ്രശ്നങ്ങളും അല്ല, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിൽ ഉള്ള പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് മഹല്ല് സംവിധാനങ്ങളുടെയും സമുദായത്തിലെ നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായ, ഇതുപോലെ സ്ത്രീധനത്തിന് പിന്നെ രാഷ്ട്രീയ പാർട്ടികളടക്കം, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളടക്കം സ്ത്രീധനത്തിനെതിരെയൊക്കെ അല്ലെ ആർഭാട വിവാഹങ്ങൾക്കെതിരെയൊക്കെ ഒരുപാട് ശബ്ദിച്ചിരുന്നു. അതുപോലെ സ്ത്രീധനത്തിനെതിരെയും കാരണം ഇത് ശബ്ദിക്കാൻ പറ്റാത്തതിന്റെ കുറെ പ്രശ്നമുണ്ട്. ഇത് ഒരു ക്യാമ്പയിനായിട്ട് ഒരു സംഘടനയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റൂല. വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന വിവാഹമോചനം നടക്കുക വേണ്ട സുതാര്യമായിട്ട്. വിവാഹമോചനം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നടക്കാതിരിക്കാൻ. ഇപ്പം കോടതി ഒരു കാരണമാണ്. കോടതി വഴിയുള്ള വിവാഹമോചനാണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. അല്ലാത്ത തന്നെ നടക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളാണ്. അപ്പോ ഇങ്ങനെ മക്കളെ കൊന്ന്, ഭാര്യയെ കൊന്ന്, ഭർത്താവ് ജീവൻ ഒടുക്കേണ്ട ഒരവസ്ഥ, ഇത് എത്രത്തോളം അതിന്റെ കാര്യകാരണങ്ങളെ, രോഗത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ തന്നെ അതിന്റെ കാരണം. ഒന്നാമത് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നന്നായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മാത്രമാണ് വിവാഹമോചനത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. മോചനാണത്. കാരണം അത് ജയിലായി പോയി, പിന്നെ ജയിലാണ്. എത്ര വലിയ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായിട്ടും കാര്യമില്ല, അത് ഇടുങ്ങി ജയിലായി പോയി. ജയിലിന്റെ ഉള്ളിലാ പിന്നെ രണ്ടാളും ജയിലിലായി. ഉണ്ടാക്കും പിന്നെ ശ്വാസം വിടാൻ കഴിയില്ല കന്നു കഴിഞ്ഞാൽ. പക്ഷേ അതിന്റെ പ്രണയാതുരമായ ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ അവർക്ക് സ്വർഗമായിട്ട് പോകും. കാണുന്നതൊക്കെ അവർക്ക് സ്വർഗ സമാനമായിട്ട് തോന്നും. അവർ ചെയ്യുന്ന യാത്രകളൊക്കെ സ്വർഗീയ യാത്രകളാണ്. അവരൊരുമിച്ച് ജീവിക്കുന്നത്, ഒരുമിച്ച് ഉറങ്ങുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്വർഗാനുഭൂതിയാണ് അവർക്ക്. അത് ഓപ്പോസിറ്റാണ് നരകം. അപ്പൊ നരകതുല്യമായ ജീവിതം നയിക്കണോ? വേണ്ട. അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രം വിവാഹമോചനത്തിൽ അത് സുതാര്യമാവുക, ഇത്രയും പെട്ടെന്നാവുക, ഫാസ്റ്റ് ആവുക, ഇത്രയും പെട്ടെന്ന് അത് രണ്ടുപേരുടെയും മാനഹാനി ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അവിടെ ഏറ്റവും മസൂലായിട്ട് ചോദ്യം ചെയ്യപ്പെടുക. അവരെ കൂടി അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കുടുംബക്കാരാവട്ടെ, ആ കമ്മിറ്റിയിൽ എടുക്കുന്ന ആളുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിലേക്ക് പള്ളിയിൽ ഒരാളെ വിവാഹമോചനത്തിന് ക്ഷണിച്ച ആൾ പറഞ്ഞു, അതിൽ ഞാനില്ല. അയാൾക്കത് അറിവ് കൂടുതലുള്ളതുകൊണ്ട് അയാൾ പറയാ, ഞാൻ അതിനില്ല, ആ കമ്മിറ്റിയിൽ ഞാനില്ല. അത് അറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നോക്കൂ, വിവാഹമോചനം സുതാര്യം. ഇനി മോചന ശേഷമുള്ള കാര്യങ്ങളൊക്കെ സുതാര്യമായിട്ട് നടക്കേണ്ടത്, മക്കളെ കാണുന്നതും അതുപോലെയുള്ള സംഗതികളൊക്കെ ആയിട്ട് സുതാര്യമായിട്ട് നടക്കേണ്ടതുണ്ട്. അപ്പോ ഇതിലൊന്നും നീതിയും ധർമ്മവും നോക്കാതെ ഇത്തരത്തിൽ പിടിച്ചു കെട്ടൽ. ഇനി വേറൊരു കാര്യം പറയാൻ പോവാണ്, പക്ഷെ അത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആരും അംഗീകരിക്കില്ല.
ആരും അംഗീകരിക്കും. ഒരു 10% ആളുകളൊക്കെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ചില വിവാഹമോചനത്തിന്റെ കാരണം സ്ത്രീകളുടെ ഭാഗത്തു നിന്നല്ല ചിന്തിക്കുന്നത്, പുരുഷ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് ഒരുവള തൃപ്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരും. എന്നുവെച്ചാൽ 2 ഭാര്യമാരെ വേണ്ടി വരും. അത് ഫിനാൻഷ്യലി അത് അത് നമ്മൾ പറയും അയ്യേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് പിന്നെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അതിലേക്ക് തിരിയാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പുവശം. സാമ്പത്തികമായിട്ട് ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ, അയാൾക്കതിന് സാധിക്കുമെങ്കിൽ അയാൾ വിവാഹം വേറെ ചെയ്യണം. അതിന് സ്വാലിഹത്തായ ഒരു പെണ്ണാണെങ്കിൽ, ശരിക്കും ഒരു പെണ്ണും അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ് അതിന്റെ മനഃശാസ്ത്രപരമായ ഒരു സംഗതി. ഒരു പെണ്ണും അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ്. കാരണം ആണിനെ ഒരു ഒരു പ്രൈവറ്റ് സ്വത്തായിട്ട്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഓരോ പെണ്ണും കാണുന്നത്. ഇതെന്റെ സ്വത്താണ്. അതുകൊണ്ടാണ് പിന്നെ എവിടെയാണ് എന്ന് ചോദിക്കുന്നത്. ഓരോ ദിവസവും 24 മണിക്കൂറിൽ ആണ് എവിടെ പോകുമ്പോഴേക്കും കോള് വരികയും എവിടെയാണ് ചോദിച്ചത്. ഇത് എന്റെ എന്തോ ആണ് എന്നാണ്. അങ്ങനെ നമ്മൾ പിടിച്ചു കെട്ടേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പം ഇപ്പം മക്കളുള്ളവര്, ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കേസ് ഞാൻ നടത്തുന്ന മാട്രിമോണിയൽ പേജിൽ ഒരുപാട് കേസ്, ആയിരക്കണക്കിന് കേസുകൾ വന്ന് നടക്കുന്നു. അതിൽ ഏകദേശം 400 ചില്ലാനും സംതിങ് ഇത് തന്നെയാണ് മക്കളുള്ള കേസ് ഒരുപാട്. അപ്പൊ ഇവർക്കൊക്കെ ഭർത്താക്കന്മാരെ എങ്ങനെ കിട്ടും? അപ്പം ബഹുഭാര്യത്വം ഒരു പരിഹാരമാണ്, കുറെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലും ചിന്തിച്ചു നോക്കും. ബഹുഭാര്യത്തിന് കുറെ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരമാണ്. പക്ഷെ അത് കാരണം ചില കാര്യങ്ങള് ഇസ്ലാം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടില്ല. നമ്മുടെ സാഹചര്യവും ജീവിക്കുന്ന സാഹചര്യം കൂടെ കണക്കിലെടുക്കണ്ടേ. ഇതല്ലേ നാട്ടു നടപ്പ്, നാട് എങ്ങനെ ചിന്തിക്കുന്നു, ലോകം എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. മറ്റു വിഷയത്തിലും നമുക്ക് എതിരഭിപ്രായം ഇല്ലല്ലോ, അല്ലെ? പക്ഷെ ഈ കാര്യത്തിൽ ചില ആളുകൾക്കെങ്കിലും അങ്ങനെ എതിരഭിപ്രായമുണ്ട്. അപ്പോ ഒന്നുകൂടെ പോയിന്റ് കൺക്ലൂഡ് ചെയ്യാണ്. ഒന്നാമത്, 2 മക്കളെ കൊന്ന്, ഭാര്യയെ കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്ത ആ മനുഷ്യന്റെ മാനസികാവസ്ഥ അതൊന്ന് ആലോചിച്ച് നോക്കുക. ആ മനുഷ്യൻ അത് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് അയാളുടെ മനസ്സ് എങ്ങനെയൊക്കെ പോയി, ഏതൊക്കെ സ്റ്റേജിലൂടെ അയാൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ പലയിടത്തും ഉണ്ട്. ഇത്തരത്തിലുള്ളതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് അതിങ്ങനെ മറച്ചു മറ്റുള്ളവർ കാണാതിരിക്കാൻ, അകലെ കാണുമ്പോൾ സുന്ദരം ആ മന്ദിരം, കനപ്പെട്ട ഹൃദയങ്ങൾക്ക് അത് താൻ കാരാഗ്രഹം, പണ്ടത്തെ പാട്ടിൽ പറഞ്ഞ പോലെ. സംഗതി അകലെ നിന്ന് നോക്കുമ്പോൾ വലിയ നല്ല രസം, നല്ല കാറ്, നല്ല വീട്, നല്ല മനോഹരം, മക്കള്, അവരൊരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു വരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്ത് നല്ല മാതൃകാ കുടുംബം. അതിന്റെ അകത്ത് പുകയുന്നത് പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ഈ പുകയുന്ന പുക ചെറിയ പുകയാണല്ലോ ആദ്യം വരും, പിന്നെ കത്തുക ചെയ്യുക. അപ്പൊ ഈ പുക വരുമ്പോ തന്നെ അത് മെല്ലെ അണക്കാനുള്ള പരിപാടികൾ നോക്കണം. അത് അണക്കാനുള്ള ഏറ്റവും വലിയ മറുമരുന്ന് അഫൂ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളങ്ങ് വിട്ടേക്കുക. നമ്മൾ പിടിച്ചു കെട്ടണ്ട. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ബാപ്പയും മക്കളും പിന്നെ മക്കളെ മേലെ വല്ലാതെ ചങ്ങലട്ട് വലിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത്യാവശ്യം പക്വത ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെ? വലിയ വലിയ ഹാജിയന്മാരുടെ മക്കളുണ്ട് നിസ്കരിക്കാതെ നടക്കുകയും പല വഴിക്ക് നടക്കുകയും ചെയ്യുന്നത്. അപ്പം ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അയാളെ മകനോട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവന്റെ പാട്ടിന് അവൻ ജീവിക്കട്ടെ എന്നതുപോലെ ഭാര്യ എന്ന് പറയുന്നത്, നമുക്ക് ഭർത്താവിന് അധികാരമുണ്ട് പറയാ, ഇന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അത് കിട്ടുന്നില്ല, ബസ് കഴിഞ്ഞു. പിന്നെ പിന്നെ യോജിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഡിവോഴ്സിലേക്ക് വരേണ്ടത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അഡ്ജസ്റ്റ്മെന്റ്, പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും അഡ്ജസ്റ്റ് ചെയ്യുക. ഈ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നത് സ്നേഹത്തിൽ നിന്നാണ്. ഈ സ്നേഹം, കിക്കാനോട് സ്നേഹം എന്നൊക്കെ പറയുമല്ലോ, ഭാര്യ ഭർത്താവിനോടും, അല്ലെ, നീ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം പ്രണയം പറയുമല്ലോ. ഈ സ്നേഹമൊക്കെ ഉണ്ടാവുന്നതും പരസ്പരം അറിഞ്ഞ് പ്രണയിക്കുമ്പോഴാണ്. ഈ അറിഞ്ഞ് പ്രണയിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഈ കമിതാക്കള് ഈ കല്യാണത്തിന് മുമ്പുള്ള പ്രണയത്തിൽ പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ? അവര് എന്തും ചെയ്യും.
അപ്പം ആ കമിതാക്കൾ ഒരു പാർട്ട്ണർ ഒരാളെ വിളിക്കുകയാണ്, ഹലോ നീ എവിടെയുള്ള, ഒന്ന് വപ്പ എന്നെ കാണാൻ ആഗ്രഹമുണ്ട് പറയുമ്പോൾ രാത്രി 2 മണിക്കാണെങ്കിലും അവൻ വണ്ടി എടുത്ത് പോവും കാണാൻ. അവന് ഉറക്കല്ല പ്രയോറിറ്റി. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് രാത്രി 2 മണിക്ക് വിളിക്കുന്നെങ്കിൽ നീ പോയി പണി നോക്ക് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. അതെന്താ? അപ്പോ അഡ്ജസ്റ്റ്മെന്റ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. 2, സുതാര്യമായ വിവാഹമോചനത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്ന് നമ്മൾ പറയാന്നല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. നമ്മൾ അറിയുന്ന ആളുകളൊക്കെ പരസ്പരം വല്ലാതെ വിങ്ങുന്ന പുകഞ്ഞ് ജയിലായിട്ടുണ്ടെങ്കിൽ ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. അത് പിന്നെ മക്കളെ പ്രയോറിറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ല. മോചനം നടക്കട്ടെ. രണ്ടുപേരും ആ ആ ആ ജയിലിൽ നിന്ന് രണ്ടാളൊന്ന് പുറത്തിറങ്ങട്ടെ. രണ്ടാളുടെ ജയിലാണല്ലോ. ആ ജയിലിന്റെ ലോക്ക് തുറന്നിട്ട് രണ്ടുപേരും പുറത്തു വിടുക. അയാൾ ഇനി വേറെ പോയിട്ട് വേറെ പിന്നെ പുരുഷൻ വേറെ പോയിട്ട് വേറെ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുമോ, സ്ത്രീ പോയിട്ട് വേറെ വിവാഹം, അത് വേറെ വിഷയം. എന്നാലും ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ വിങ്ങലിൽ നിന്ന് അവര് ഒന്ന് സ്വതന്ത്രമാവും. അങ്ങനെ രണ്ടുപേരും പോയിട്ട് ചിലപ്പോ രണ്ടാമത് അടുത്ത ആള് വേറെ ജയിലിൽ പോയി കയറുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സെൻട്രൽ ജയിലിലും പോയി ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടുന്നും പിന്നെ മോചനം ചെയ്യപ്പെടേണ്ട ആളുകളുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പിന്നെന്താ പറയാ, അള്ളാന്റെ ഖദറും, അതിൽ കുറെ കാര്യങ്ങൾ അള്ളാന്റെ ഖദറുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കുറെ സംഗതികൾ ഉണ്ടല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തത്തിന്റെ അപ്പുറമുള്ള കുറെ സംഗതികളുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ അടുത്ത സ്റ്റേജാണ് പിന്നെ ബഹുഭാര്യത്വം എന്നുള്ളത്. അതും ഇതിന്റെ ഒരു പരിഹാരമാണ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഒരു കുടുംബ ജീവിതം നയിക്കാൻ. വെറുതെ എന്തിനാ നമ്മുടെ വീട് ജയിലാക്കുന്നത്? പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? പരസ്പരം ഒന്ന് അറിഞ്ഞ് സംസാരിച്ചൂടെ? പരസ്പരം ഒന്ന് ഇതൊന്നും ഇല്ലാതെ എത്ര ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ഓർമ്മയിൽ വരിക. നിങ്ങൾ താഴെ ഒന്ന് നോക്ക്, ഇതൊന്നും ഇല്ലാത്ത ആളുകള്, മക്കളില്ലാത്ത ആൾ എത്ര പേരുണ്ട്. ഇന്നിപ്പോ ഒരു പ്രഭാഷണത്തിൽ കേട്ട ഒരു കുട്ടി ഉണ്ടായ കുട്ടി 2 കാലും വളഞ്ഞിട്ടുള്ള ഒരു കുട്ടി, ഇങ്ങനെ എന്നിട്ട് വൈഫിനാവട്ടെ ക്യാൻസർ പേഷ്യന്റ് ആയി. ഇതൊക്കെ ഒരുപാട് അസുഖങ്ങളുമായിട്ട് മല്ലിട്ട് പട്ടിണിയും ദാരിദ്ര്യം. നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ അറിയോ? മലയാളിക്ക്, പ്രത്യേകിച്ച് മലയാളി മുസ്ലിം ഉമ്മത്തില് പറ്റിയ ഏറ്റവും വലിയ പിഴവ് എന്താ അറിയോ? പൈസ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് കുറച്ചൊന്നെന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കണം, ഈ ആഫ്രിക്കയിലും സൊമാലിയയിലും ഒക്കെ ഉള്ള പിന്നെ അവരൊക്കെ ജീവിക്കുന്ന ജീവിത നിലവാരം, ചെറിയ കൂരകൾ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അവർ കിടന്നുറങ്ങുന്ന കൊച്ചു കൂരയിൽ തിന്നാനില്ലാതെ, വെള്ളമില്ല, വെളിച്ചമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വാഹനങ്ങളില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഗോഡ്സ് ഓൺ കൺട്രിയിലല്ലേ, സ്വർഗ രാജ്യത്തല്ലേ നമ്മളുള്ളത്. കൂടിയതാണ് പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി ദീന്, കാരണം ഇവിടെ ദീനിന് പ്രയോറിറ്റി ഉണ്ടാകുമ്പോൾ നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഫിത്ന എന്നാ ഖുറാൻ പറഞ്ഞു. അംവാലുക്കും ഔലാദുക്കും എന്നൊരു സ്ഥലത്ത് പറഞ്ഞു. നിങ്ങളെ അസ്വാജ് എന്ന് പറഞ്ഞു. നിങ്ങളെ ഇണകളും ഫിത്നയാണ്. അംവാല് സമ്പത്ത് ഫിത്ന എന്ന് പറഞ്ഞു. ഔലാദ് മക്കള് ഫിത്ന. അതാണ് പരീക്ഷണം. അള്ളാഹ് പരീക്ഷിക്കുകയാണ്. അള്ളാഹ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് ഇങ്ങനെ പരീക്ഷിക്കും. എല്ലാരും പരീക്ഷിച്ചിട്ടുണ്ട്. പ്രവാചകന്മാര് വരെ അതൊന്ന് അള്ളാഹ് ഖലീലുല്ലാ എന്ന് വിളിച്ച അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ. അതുകൊണ്ട് അള്ളാഹിന്റെ പരീക്ഷണമായിട്ട് കാണാൻ പരമാവധി കുടുംബജീവിതം എല്ലാവരുടെയും റഹ്മത്തിലും ബർക്കത്തിലും ആവട്ടെ, ദാറുസ്സലാമായിട്ട് മാറട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും കുടുംബജീവിതത്തിൽ ഉണ്ടാവട്ടെ. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. കൺകുളിർമയുള്ള മക്കള് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ, പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കാതിരിക്കരുത് കേട്ടോ. എല്ലാ സമയം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ, അസ്വാജിനാ, ആണ് പ്രാർത്ഥിക്കട്ടെ, പെണ്ണ് പ്രാർത്ഥിക്കട്ടെ. ആണാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഭാര്യയാണ് പ്രാർത്ഥിക്കുന്നത് ഭർത്താവ്. സൗജിൽ നിന്ന് ഖുർറത്തഅയ്ൻ, മക്കളിൽ നിന്ന് ഖുർറത്തഅയ്ൻ, കൺകുളിർമ, അതല്ലേ വേണ്ട. കണ്ണിന് സന്തോഷം ഉണ്ടാവില്ല. കർണാനന്തരമായ സന്തോഷകരമായ ഒരവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അതെന്ത്, കുടുംബത്തിൽ സന്തോഷം ഉണ്ടായാലേ അതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് ഓഫീസിലല്ല, നമ്മുടെ കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിന്റെ പകുതി കിട്ടി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ.
اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.